ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ബിസിനസ് മാനേജ്മെൻറ്റ് AI സോഫ്റ്റ്വെയർ. എന്താണ് നിങ്ങൾ കേട്ട് കാണും AI ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ എന്നുള്ളത്. എന്താണ് AI ബിസിനസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ? AI ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള AI ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എന്താണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് നോക്കാം. നമുക്ക് AI എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡാണ്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡ്രൈവ് ഗുരു LLP എന്ന് പറയുന്ന കമ്പനിയാണ്. ഇതിന് സോഫ്റ്റ്വെയറിൻ്റെ നെയിം എന്ന് പറയുന്നത് ഗുരു ബിസ് AI എന്നാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത്. ഇത് ഡാഷ്ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ AI ഇൻ്റലിജൻസ് ടെർമിനൽ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻ്റലിജൻസ് ടെർമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് മൊത്തം എന്താണ്, അവർ ഇൻ്റലിജൻസ് ആയിട്ടാണ് അതിനെ മൊത്തം ഡാറ്റ നമുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മളെ സോഫ്റ്റ്വെയർ കറക്റ്റാണോ വർക്ക് ചെയ്യുന്നത്, നമ്മുടെ ബിസിനസ് കറക്റ്റാണോ വർക്ക് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. എനിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് എന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കീബോർഡിൻ്റെ ഒരു ബട്ടൺ നമുക്കവിടെ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം കീബോർഡിൽ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, കീബോർഡിൻ്റെ ഷോർട്ട് കട്ട്സ് കീസുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഇത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ്. അതുപോലെ തന്നെ AI ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബട്ടൺസ് കാണാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇത് ഓപ്പറേഷണൽ ഇൻ്റലിജൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി ചാറ്റിംഗ് സിസ്റ്റമാണ്. അതായത് നമുക്ക് നമ്മളെ സോഫ്റ്റ്വെയർ ഉണ്ട്, നമുക്ക് നമ്മളെ കമ്പനിയിൽ ഒരു പേഴ്സൺ, ഒരു CEO ആയിക്കോട്ടെ, ഒരു മാനേജർ നമ്മൾ ചോദിക്കണം എന്താണ് ബിസിനസ്സിൽ നടക്കുന്നതെന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിനോട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ആ സോഫ്റ്റ്വെയർ എന്ത് ആസ്ക് അബൌട്ട് യുവർ സെയിൽസിനെ കുറിച്ച് ചോദിക്കാം, നമ്മുടെ സ്റ്റോക്ക് ലെവലിനെ കുറിച്ച് ചോദിക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലെവലിനെ കുറിച്ച് ചോദിക്കാം. അങ്ങനെ നമ്മുടെ സോഫ്റ്റ്വെയറിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്തിട്ട് ആൻസേഴ്സ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അതാണ് AI ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ റിലേറ്റഡ് റിപ്പോർട്ട്സുകൾ, AI റിലേറ്റ് ചെയ്തുള്ള ഓഡിറ്റിംഗ് റിപ്പോർട്ട്സുകളിലേക്ക് നമുക്ക് അടുത്ത ലെവലിലേക്കൊക്കെ പോകാനുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്കിവിടെ അതിമനോഹരമായിട്ടുള്ള നെയിം, നമ്മളെ കമ്പനിയുടെ പേര് നമുക്ക് എന്ത് ചെയ്യുക, അതിമനോഹരമായിട്ട് ഇവിടെ കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കമ്പനിയുടെ പേര് കാണുക എന്നുള്ളത് നമുക്കൊരു എനർജിയാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ പേര് കാണുന്നതിനും അതുപോലെ തന്നെ ലോഗോ, നമുക്ക് കമ്പനിക്ക് ലോഗോ ഉണ്ടാവും, ആ ലോഗോ നമ്മളെന്നും കാണുക എന്ന് പറയുന്നത് നമ്മളെ എനർജിയാണ്, നമ്മൾ ബിസിനസ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസാണ് നമുക്കിവിടെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് 3 ടൈപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയും, ആൻഡ് അതർ വൺ ഇസ് ദ പ്രീമിയർ ആൻഡ് അതർ വൺ ഇസ് ദ സൂപ്പർ പ്രീമിയർ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു 3 മോഡലുള്ള വേരിയൻറ്റ് 3 ടൈപ്പിലാണ് സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് AI ഇൻ്റഗ്രേഷൻ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ AI ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു കാർ വാങ്ങുന്നുണ്ട്, ആ കാർ വാങ്ങി നിങ്ങൾ ബിസിനസ് മാനാണ്, ആ കാർ വാങ്ങുന്ന സമയത്ത് എന്താണ്, മാനുവൽ ഗിയറുള്ള കാർ ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഉണ്ടാവും, പല ലെവലിലുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബിസിനസ് മാൻ ആയിക്കോട്ടെ, ബിസിനസ് മാൻ വലിയ വലിയ കാറുകളൊക്കെ ഉപയോഗിക്കും, പക്ഷേ നമ്മളെ സോഫ്റ്റ്വെയർ എന്തായിരിക്കും, വളരെ പഴയതായിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ആ സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുക, മോഡേൺ സോഫ്റ്റ്വെയർ ആക്കി കഴിഞ്ഞാൽ അതിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇന്ന് മാറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർസ് മാറ്റുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കുക, നിങ്ങൾ ഫ്രീ ആയിട്ട് വരും ഓട്ടോമാറ്റിക്കലായിട്ട്. നിങ്ങളെ ബിസിനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടും. കാരണം ബിസിനസ്സിൽ എന്ത് പ്രയാസങ്ങളാണുള്ളത്, എന്ത് പ്രോബ്ലംസ് ആണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പറഞ്ഞു തരുന്നത് ഈ സോഫ്റ്റ്വെയർ. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നെ കാണാം ഏത് ഡേറ്റിലാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, നമ്മളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ വിഷമമായിട്ട് വരുന്നത് നമ്മൾ ബിസിനസ്സിൽ എന്തൊക്കെ സെക്ഷൻസ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെക്ഷനാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് ലിക്വിഡ് ക്യാഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളെ ബിസിനസ്സിൽ എത്ര ക്യാഷ് ഉണ്ടെന്ന് നമുക്കറിയാൻ എന്ത് ചെയ്യും, നമ്മൾ അവിടുത്തെ മാനേജേഴ്സിനെയോ അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ്യറിനെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, നമ്മൾ എവിടെയാണോ നമ്മൾ ബിസിനസ്സായിട്ട് പോകുന്നത് അവിടെ, നമ്മൾ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ ബിസിനസ് നമ്മൾ പോക്കറ്റിലായിരിക്കും. ബിക്കോസ് ദി സോഫ്റ്റ്വെയർ ഈസ് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്, ക്ലൗഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്കിത് എവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ടുഡേ സെയിൽസ് ഇപ്പോൾ നടന്നിട്ടുണ്ടോ നടക്കുന്നില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്കറിയാം സിസ്റ്റത്തിൽ നടക്കുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണ്, ഏത് സമയത്താണ് ബിസിനസ് നടക്കുന്നത്, ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഡീറ്റെയിൽസ് വി ക്യാൻ റിസീവ്. ഓക്കെ, ദെൻ ദ റിസീവബിൾ ആൻഡ് ദ പേയബിൾ, നമ്മൾ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, നമുക്ക് തരുമോ കിട്ടാനുണ്ട്. നമുക്കറിയാം ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ റിസ്ക് അല്ലെങ്കിൽ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ് വരുന്നത്. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എനി ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദ സോഫ്റ്റ്വെയർ ഈസ് കസ്റ്റമൈസ്ഡ്. നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതിന് സോഫ്റ്റ്വെയറിനെ ഏത് രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇന്ന ഇൻഫർമേഷൻ കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ കൂടി നമുക്ക് വരുത്താനുള്ള ഒരു ഫീച്ചർ കൂടി ഈ സോഫ്റ്റ്വെയറിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീസെൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കൊടുക്കണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ എന്താണ് നമ്മളെ ബിസിനസ്സിൽ നടക്കുന്നത്, നമ്മളെ ബിസിനസ്സിൽ ഇന്നതാണ് നടക്കുന്നത്, ഇന്ന സമയത്താണ് നടക്കുന്നത്, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് ഏത് സമയത്താണ് നടക്കുന്നത്, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സർവൈലൻസ് ക്യാമറ വെക്കുന്നത് പോലെ തന്നെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. നിങ്ങളെ ബിസിനസ്സിൽ നിങ്ങൾ ക്യാമറ വെച്ച് കാണും, പക്ഷേ
നിങ്ങൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ആ ക്യാമറയാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളെ അവിടുത്തെ ബിസിനസ്സിൽ ആ സോഫ്റ്റ്വെയറിൽ എന്ത് ആണ് ലാസ്റ്റ് നിങ്ങൾ ചെയ്തത്, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നിങ്ങൾ കൊടുത്തതാണോ വാങ്ങിയതാണോ, വോട്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്നുള്ള റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ വെലോസിറ്റി, അതായത് ഗ്രാഫ് രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റുകയാണ്. എന്താണ് ഗ്രാഫിൽ നിങ്ങൾക്ക് കാണുന്നത്? അതായത് പർച്ചേസ് ആണോ സെയിലാണോ, നിങ്ങൾക്ക് ഓരോ മാസവും വരുന്ന പർച്ചേസ് ആൻഡ് സെയിൽസ് എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഏത് മാസമാണ് കൂടുതൽ അല്ലെങ്കിൽ ഏത് ദിവസമാണ് കൂടുതൽ ബിസിനസ് നടന്നതെന്നുള്ളത്. ഇപ്പം 2 ടൈപ്പ് ഓഫ് മോഡുണ്ട്. നമ്പർ 1 എന്ന് പറയുന്നത് ഡേയ്സ് ആണ്, നമ്പർ 2 എന്ന് പറയുന്നത് മന്ത്സ് ആണ്. അതായത് മന്തിൽ നമുക്ക് കാണാം, ഡേയിലും കാണാം. അപ്പോൾ മാസത്തിൽ നമുക്ക് ഏത് മാസമാണ് കൂടുതൽ സെയിൽ വരുന്നത് ഇന്ന് ഡാറ്റയുള്ള ഒരു ഡാഷ്ബോർഡ് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരുന്നതാണ്. അപ്പം കുറച്ചുകൂടി ഭംഗിയായി കാണും. ഓക്കെ, ദെൻ ദ ക്രിട്ടിക്കൽ അലേർട്ട്, അതായത് നമ്മളെ ഷോപ്പിൽ നമുക്കൊരു പർച്ചേസ് മാനേജർ നിർത്തി കഴിഞ്ഞാൽ എന്തിനാണ് പർച്ചേസ് മാനേജർ നിർത്തുന്നത്? സ്റ്റോക്കുകൾ കുറയുന്നതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അയാൾ എന്ത് ചെയ്യണം? പർച്ചേസ് ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കണം. ഏതാണ് കൂടുതൽ സെയിൽ ചെയ്യുന്നത്, ഏതാണ് ആവശ്യമുള്ള ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? അവർ ഈ പ്രൊഡക്റ്റ് നമ്മളെ ഷോപ്പിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ക്രിട്ടിക്കൽ അലേർട്ടുകൾ നമ്മളെ സിസ്റ്റം തന്നെ നമുക്ക് തരികയാണ്. ഇന്നതാണ് നിങ്ങൾ വാങ്ങി വെക്കേണ്ടത്, ഇന്നതാണ് നിങ്ങളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്ന് സിസ്റ്റം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ലെവലിലുള്ള സോഫ്റ്റ്വെയറാണ്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സോഫ്റ്റ്വെയർ, നമ്മളെ ബിസിനസ് എങ്ങനെയാണ് നടക്കുന്നത്, അത് എന്താ പറയുക, ഏതൊക്കെ ടൈപ്പിലാണ്, ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ള ലെവലിലേക്ക് നമുക്ക് മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം? നമ്മളെ ബിസിനസ്സിനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ കാറ്റഗറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ കാറ്റഗറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ലിസ്റ്റുകളാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട്, ഓരോരോ എന്താ പറയുക കാറ്റഗറി ബേസ് ചെയ്തുള്ള സ്റ്റോക്കുകളാണ് കാണുന്നത്. അതുപോലെ തന്നെ ദ നാവിഗേഷൻ ഹബ്ബ് എന്ന് പറയുന്ന മറ്റൊരു ഷോർട്ട് കട്ട്സ്, അതായത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ. ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് കീസുകൾ മാത്രമാണ് കൊടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇതിൽ ഡാറ്റയുള്ള നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് കുറച്ച് ഡാറ്റാസ് എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാഷ്ബോർഡാണ്. ആ ഡാറ്റ നിങ്ങൾക്ക് കാണാം. ലിക്വിഡ് ക്യാഷ് എന്ന് പറഞ്ഞത് കാണാം. അതായത് നമ്മൾക്ക് ഇപ്പോൾ എത്ര രൂപ നമ്മൾ ലിക്വിഡ് ക്യാഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടുഡേ സെയിൽസ് ഇന്ന് സെയിൽസ് നടക്കുക. ഇന്നത്തെ സെയിൽസാണ് ചോദിക്കുന്നത്. ഇന്നത്തെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മുടെ 0 എന്ന് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഇപ്പോൾ 1 by 1 ആയിട്ട് കാണിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യാത്തതെന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റീസെൻറ്റ് ആക്ടിവിറ്റിയിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണ്, ഇന്ന ദിവസമാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം റിസീവബിൾ, അതുപോലെ തന്നെ പേയബിൾ, ഇതൊക്കെ തന്നെ നമുക്ക് ഈസി ആയിട്ട് കാണും. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീസെൻറ്റ് ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഏതൊക്കെ ടൈമിലാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സ്റ്റാഫിൻ്റെ വർക്കിൻ്റെ ആ ഒരു ടൈമിങ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. എത്ര ആണ് ഡിലേ വരുന്നത്, അതായത് ഒരു കസ്റ്റമർക്ക് അടുത്ത കസ്റ്റമർക്ക് എത്ര ഡിലേ വരുന്നുണ്ട്, അവരെ എത്രമാത്രം കസ്റ്റമറുടെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ക്യാഷ് ഫ്ലോ വെലോസിറ്റി എന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്കറിയാം ഇവിടെ എത്ര രൂപയുടെ സെയിൽസ് ആണ് ഏറ്റവും കൂടുതൽ നടന്നത്, അത് ഏത് ദിവസമാണ് നടന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടന്നത് ഡിഫറെൻറ്റ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എത്ര രൂപയുടേതെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് അതിൻ്റെ വ്യൂ കാണാൻ പറ്റും. എത്ര രൂപയാണ് സെയിൽ നടന്നതെന്നുള്ള കൃത്യമായിട്ട് കാണാനുള്ള ഒരു പോയിൻറ്റ്സ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ 2 ടൈപ്പിൽ ഡേയ്സും അതുപോലെ തന്നെ മന്തുമായിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അതിൽ മന്ത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഏത് മാസമാണ് നമ്മൾ കൂടുതൽ ബിസിനസ് നടന്നതെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഏത് മാസമാണ് നമ്മൾ പർച്ചേസ് കൂടുതൽ നടന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻസ് കൂടിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്രിട്ടിക്കൽ അലേർട്ട് എന്ന് പറഞ്ഞു. അതായത് ഏതാണ് ക്രിട്ടിക്കൽ അലേർട്ട്, ലോ സ്റ്റോക്സ്, നമുക്ക് ഇന്ന സ്റ്റോക്ക് കുറഞ്ഞു വരികയാണ്, അത് കാണിച്ചു തരും. അത് തന്നെ അഡ്വാൻസ് ലെവലിലേക്ക് ഉണ്ട്. എത്ര ദിവസം മുന്നേ നമുക്ക് കാണിച്ചു തരണമെന്ന് ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, സെറ്റിങ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം മുന്നേ നമുക്ക് എന്ത് ചെയ്യും, ഈ സിസ്റ്റം കുറയാൻ പോവുകയാണ് എന്ന് നമുക്ക് മോണിറ്റർ ചെയ്ത് കാണിച്ചു വരുന്ന സോഫ്റ്റ്വെയർ. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ഹെൽത്ത്, അതുപോലെ തന്നെ കാറ്റഗറി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതുപോലെ നിങ്ങളെ സോഫ്റ്റ്വെയർ, നിങ്ങളെ ബിസിനസ്സിനെ ഇതുപോലെ അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാൻ കഴിയും. എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഡാഷ്ബോർഡിൽ എന്ത് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ബിസിനസ് നടക്കുന്നത് അറിയാൻ പറ്റും. ഇനി കൂടുതലായിട്ട് ഇതിൻ്റെ ബിസിനസ്സിൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് വരുന്നത്, അതുപോലെ മെനു കാര്യങ്ങൾ, ഡാഷ്ബോർഡ്, ടീംസ്, കസ്റ്റമേഴ്സ്, വെൻഡേഴ്സ്, ഇൻവെൻട്രി ഓപ്ഷൻസ്, അക്കൗണ്ട്സ് തന്നെ പലതരത്തിലും, ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്, പർച്ചേസ്, ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ AI റിപ്പോർട്ട്സുകൾ. AI റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ റിപ്പോർട്ട്സാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു CA തരുന്ന റിപ്പോർട്ട്സ്. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, നമ്മളെ ഓഫീസിലൊരു ടോപ്പ് ലെവൽ എക്സ്പേർട്സ് ആയിട്ടുള്ള 5 year ഒരു 10 year എക്സ്പീരിയൻസ് ഉള്ളൊരു മാനേജർ വെച്ച് കഴിഞ്ഞാൽ മാനേജർ തരുന്ന റിപ്പോർട്ട് എങ്ങനെയാണ്, അതിമനോഹരമായ റിപ്പോർട്ട്സാണ് നമുക്ക് തരുന്നത്. ഇങ്ങനെ അതിമനോഹരമായിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ് AI ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളെ
ബിസിനസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വളരെ സിമ്പിളായിട്ട് പോവുക. നമ്മൾ ഓട്ടോമാറ്റിക് കാർ ഓടിക്കുന്നൊരു സുഖം ഉണ്ടാവും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ കൊണ്ടുപോകുന്നതിന്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്ത് നോക്കൂ, നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഓക്കെ, ആൻഡ് ഓൾ ദ ബെസ്റ്റ്.